മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. വുമൻസ് ഡേയോടനുബന്ധിച്ച് കൊച്ചി TV നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു മിടുക്കി കിടുക്കി. വുമൻസ് ഡേ സ്പെഷ്യൽ മിടുക്കി കിടുക്കിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമൂഹത്തിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന പരിഗണന സ്ത്രീകൾക്ക് സാധ്യമാവുന്നുണ്ടോ? ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചയുമായി ആദ്യം എത്തുകയാണ് നമ്മുടെ അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മിടുക്കന്മാരും മിടുക്കികളും. അപ്പം അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. അപ്പൊ നമുക്കിന്ന് ഈ കോളേജിലെ കുറച്ച് മര്യാദ പുരുഷോത്തമന്മാരെയും പുരുഷോത്തമികളെയും ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് അവർക്ക് വിമൻസ് ഡേയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് അറിയാം. എന്തായാലും വിമൻസ് ഡേ അല്ലേ, ആദ്യം ഒരു പുരുഷോത്തമനെ തന്നെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? എന്തിനു പഠിക്കുന്നു? അപ്പൊ പറയൂ റേസ്, എന്താണ് വിമൻസ് ഡേയെ കുറിച്ച് റേസിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ വിമനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പറ, അത് കേക്കട്ടെ. വുമൻസ് ഡേ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നെക്കാട്ടും നന്നായിട്ട് വുമൻസിനായിരിക്കും അതിനെ കുറിച്ച് പറയാനുള്ള. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. വിമന്റെ ലൈഫിൽ എന്തായാലും ഈക്വൽ സ്ഥാനം ആണുങ്ങൾക്കും ഉണ്ടല്ലോ. ആങ്ങളെ ആയാലും അച്ഛനായാലും ഭർത്താവായാലും എന്തായാലും ആണുങ്ങൾക്കും ഉണ്ട് ഈക്വൽ സ്ഥാനം. അപ്പൊ പറഞ്ഞേ പറ്റൂ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹായ്, എന്താ പേര്? അമ്മു. അമ്മു എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്റഗ്രേറ്റഡ് ഇംഗ്ലീഷ്. എന്തായാലും പുരുഷോത്തമൻ വേണ്ടാന്ന് വെച്ചു. പുരുഷോത്തമി പറയൂ, എന്താണ് വിമൻസ് ഡേയെ കുറിച്ച് അമ്മുവിന്റെ അഭിപ്രായം? വിമൻസ് ഡേ ഇന്ന്, അതായത് മാർച്ച് 8 സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ക്രൂരതകൾക്കെതിരായിട്ട് നമ്മൾ വിമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് മാർച്ച് 8 സെലിബ്രേറ്റ് ചെയ്യുന്നു വിമൻസ് ഡേ. കണ്ടോ റേസ്, വിമൺ എംപവർമെന്റ്. ഇത്രയും പെമ്പിള്ളേരൊക്കെ പഠിക്കണ കോളേജാണ്. ഇവിടെയും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിലായാലും ശരി, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നീ തന്നെ ഇങ്ങനെ തന്നെ നോണിച്ച് നിൽക്കുവോ? അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ? അത് ഡിപ്പെൻസ് ഓൺ വൺ. കേറി വരും സുഹൃത്തെ, കേറി വരും. എനിക്ക് ആക്ച്വലി ഈ ദിവസം എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ബസ്സിൽ പോയാൽ സ്ത്രീകളുടെ സീറ്റ്, തിയേറ്ററിൽ പോയാൽ സ്ത്രീകളുടെ ക്യൂ, പിന്നെ ഇപ്പം ഇതിന് മാത്രം എന്താ പറയുക, പുരുഷന്മാർക്ക് ഒരു ദിവസം എന്നുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പം എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിതൊരു സ്ത്രീ വിരോധിയാണ്. പിന്നെ എൻ്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ടും എൻ്റെ പെങ്ങൾ സ്ത്രീ ആയതുകൊണ്ടും ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. അല്ല, ബസ്സിൽ പോയാൽ സ്ത്രീകളുടെ സീറ്റ്, തിയേറ്ററിൽ പോയാൽ സ്ത്രീകളുടെ സീറ്റ്, കള്ള് ഷോപ്പിന്റെ ക്യൂല് മാത്രമല്ലല്ലോ വിഷ്ണു സ്ത്രീകളുടെ സീറ്റ്. സ്ത്രീ വിരോധിയായ സുഹൃത്തിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണേ. എന്താ പെമ്പിള്ളേരെ കൗണ്ടർ ഒന്നും ഇല്ലേ? പേരെന്താന്നാണ് പറഞ്ഞത്? മറന്നുപോയി. ശരി, വിഷ്ണു പറഞ്ഞു അമ്മയും പെങ്ങളും പെണ്ണുങ്ങളായതുകൊണ്ട് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം. എന്തിനാ നിങ്ങൾ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ എന്തിനാ ഇപ്പോ ക്രിസ്മസോ ഹോളിയോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം? ബാക്കി ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മയാണ്, പെങ്ങളാണ്, പക്ഷേ ലൈക്ക് എല്ലാ ദിവസവും അവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾക്ക് മാർച്ച് 9 ഇട്ടാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇന്റർനാഷണൽ മെൻസ് ഡേ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കാമല്ലോ ഒരു ദിവസം. ബസ്സിൽ സീറ്റ് വേണം, റിസർവേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്യൂ വേണമെന്നോ ഒന്നും വാദിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ഇപ്പൊ ബസ്സിലൊക്കെ സീറ്റ് വെച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ആയാലും ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. അപ്പൊ ബസ്സിലായാലും റോഡിലായാലും എവിടെയും കഴിയില്ല. അത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടല്ലേ. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനെ ഇത്തിരി റിസർവേഷൻ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം ബ്രദർ? നിങ്ങൾ എന്തോ കുറവുള്ളവരാണ് എന്നൊരു തോന്നലുണ്ടോന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണോ വുമൻസ് ഡേ റിസർവേഷൻ ആവശ്യമുള്ളതെന്ന്? അല്ല, അപ്പൊ ഈ അച്ഛന്മാർക്കോ അമ്മമാർക്കോ ഒക്കെ കുറവുള്ളതുകൊണ്ടാണോ നമ്മൾ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ ഒക്കെ വെക്കണമെന്ന് പറയണേ? ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് മക്കളും എല്ലാവരും അവരുടെ ഫാദർ അങ്ങനെ സെലിബ്രേറ്റ്. ഇന്റർനാഷണൽ വുമൻസ് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ലോകത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഒരു കമ്മ്യൂണിറ്റി. അതുപോലെ ഇപ്പൊ പറഞ്ഞു ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ ഒക്കെ ഓരോ കമ്മ്യൂണിറ്റിക്കാണ്. വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ അത് വുമൻസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. അല്ല, കമ്മ്യൂണിറ്റി അതല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, തീർക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ലൈക്ക് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങൾക്കത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ നോട്ട്? ഒരു ബെറ്റർ ഹാഫ് ഓഫ് വുമൺ എന്ന് പറയുമ്പോൾ മാൻ ആണ് അല്ലേ? ഒരു മെൻസ് ഡേ വേണമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഈ വുമൺ എന്ന് പറയുമ്പോൾ അതിൽ മാൻ ഉണ്ട്. യു ക്യാൻ ബി പ്രൗഡ്. വുമണിൽ നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാലോ. തിരിച്ചിട്ടാ ഞങ്ങളാവൂല. നിങ്ങളുടെ കുറവല്ലേ അത്? നിങ്ങളുടെ കുറവല്ലേ? വി ഇൻക്ലൂഡ് യു. നിങ്ങൾ ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാനാ? മനസ്സിന്റെ വലിപ്പം. അതെ, മനസ്സിന്റെ വലിപ്പം ആലോചിക്കും. ആവശ്യമില്ല. ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ആവശ്യമുണ്ടോ? അപ്പൊ നീ ഭാവിയിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? അമ്മമാരെ കുക്ക് ചെയ്ത് തരുന്നു, അയൺ ചെയ്ത് തരുന്നു, ഡ്രസ്സ് വാഷ് ചെയ്ത് തരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആ എല്ലാ വർക്ക്സും ഏറ്റെടുത്തോടാ? പൊതുവെ എങ്ങനെയാണല്ലോ, നമ്മൾ റെസ്പെക്ട് ചെയ്യണില്ല എന്ന് ഇവിടെ ആരോ പറഞ്ഞേ.
നിങ്ങൾ എന്ത് റെസ്പെക്ട് ഉദ്ദേശിക്കുന്നത് അത് പറയുമോ? രാത്രി ഒരു സ്ത്രീയെ കണ്ട എന്തായിരിക്കും റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ? നിങ്ങൾ എന്തിനാ രാത്രി ഇറങ്ങി നടക്കണം? ആദ്യം അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങൾ ആദ്യം ചിന്തിക്കാതെ അതെന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? രാത്രി നിങ്ങളപ്പോ എന്തിനാ ഇറങ്ങി നടക്കുന്നത്? രാത്രി ഞങ്ങൾ ഇറങ്ങി നടന്നാലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആൾക്കാരുണ്ട് എന്തിനാ ഇവിടെ നടക്കുന്നത്. സ്വതന്ത്രമായൊരു രാജ്യമാണ് ഭാരതം എന്നൊക്കെ ചുമ്മാ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കൊന്ന് ഇറങ്ങി നടക്കാൻ തോന്നുമ്പോൾ വുമൻസ് ഡേക്കും പറയാം. സോറി, ഇനി തൊട്ട് ഞാൻ പറയാം. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ട് ഫ്രീഡം ഉള്ള കൺട്രി ആണ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഇറങ്ങി നടക്കണമെങ്കിൽ എന്താ ആവശ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ ഫ്രീഡം അവിടെ പോയി. റെസ്പെക്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിനെ എന്താ വിളിക്കുക? ഡി, പൊടി, എടി എന്നൊക്കെയല്ലേ. എന്നാൽ ഒരു വൈഫ് എന്താ വിളിക്കുക? ചേട്ടാ, ഇക്ക, അങ്ങനെയൊക്കെയല്ലേ വിളിക്കാം. അത് ആ ഒരു പെർസ്പെക്റ്റീവിൽ വരെ വളരെയധികം താഴ്ന്ന രീതിയിലല്ലേ നമ്മളെ വിമനെ കാണുന്നത്. എനിക്ക് വിളിക്കണമെന്നൊന്നുമില്ല, വിളിക്കണമെന്നൊന്നുമില്ല. എന്റെ പേര് വിളിച്ചാലും ഒരു കുഴപ്പം. സാധാരണ കല്യാണം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനായിരിക്കും കൂടുതൽ പ്രായം അല്ലേ? നോർമലി അങ്ങനെയല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 2 വയസ്സ് മൂത്ത എങ്ങനെയാവും. അപ്പം പിന്നെ ചേട്ടാന്നല്ലാണ്ട് പിന്നെ അനിയാന്ന് വിളിക്കാൻ പറ്റും. പേഴ്സണലി എനിക്ക് തോന്നുന്നത് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടതല്ല. നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കിട്ടുന്നില്ലെങ്കിലേ ആൾക്കാർ ചോദിക്കുള്ളൂ. അപ്പോൾ വുമൻസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് വുമണിലും കൂടുതൽ അത് മെന്നാ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് റെസ്പെക്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയൊരു സാധനം ഞങ്ങളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങളത് ഈ ദിവസം വരുമ്പോൾ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങൾ തന്നെ പറയുന്നതിൽ എന്തർത്ഥമുള്ള? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് റെസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം റെസ്പെക്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മുന്നേ താരിഷ് ഇപ്പോൾ പറഞ്ഞല്ലോ, താരിഷ് രാത്രി ഒരു 12 o'clock പുലർച്ചയ്ക്ക് കണ്ടു എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് താരിഷിന് മനസ്സിൽ തോന്നുമെങ്കിലും ചെയ്തു എന്തിനിവർ ഈ രാത്രി ഇറങ്ങി നടക്കുന്നു എന്നൊരു ഡൗട്ട് അറ്റ്ലീസ്റ്റ് താരിഷിന് വന്നിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഗേൾസ് പുറത്തിറങ്ങി നടക്കും നിങ്ങളെ കണ്ടാൽ തന്നെ ഓക്കെ ലെറ്റ് ദം ബി, അവർ നടന്നോട്ടെ, ആ വഴിക്ക് പോയിക്കോട്ടെ എന്നാ ഞങ്ങൾ ചിന്തിക്കാറ്. പക്ഷെ വെൻ ബോയ്സ് ആ ഒരു സമയത്തൊക്കെ കണ്ടാൽ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് തോന്നും, എന്തിനവർ ഈ നേരത്തെ ഇറങ്ങി നടക്കുന്നു. അമ്മയും ആന്റിമാരൊക്കെ കാണുമ്പോൾ ഇതുപോലെ തന്നെയാണോ ചിന്തിക്കാറ്? അത് വിശ്വാസം ഉണ്ടാവണല്ലോ നമ്മൾ, അതുണ്ടാവണം. ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോ വീട്ടിൽ ചിലപ്പോൾ പറയാതായിരിക്കും രാത്രി ഇറങ്ങി രാത്രി 12 മണിക്കാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ താരിഷ് പറഞ്ഞു താരിഷ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരാം, സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരാം. സമ്മതിച്ചു. അമ്മ ഇതുപോലെ തന്നെ ആണിക്കോ പറയാ, അവര് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരല്ലേ, ഒന്നിരിക്കും മോളെ കഴിക്കുന്നത്, അങ്ങനെയാണോ സംസാരിക്കുന്നത്? ആണുങ്ങൾ ഇപ്പൊ പുറത്തുള്ള ആണുങ്ങൾ ഓക്കെ ഇനി അവര് വേറെ രീതിയിൽ കാണും എന്നൊരു തോട്ട് പാരന്റ്സിലുള്ളതുകൊണ്ടാണ് അവര് മെയിൻലി ഞങ്ങളെ പുറത്തേക്ക് വിടാത്തത്. പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ലേഡീസ് ഇറങ്ങി നടക്കുന്നതിന്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ വളർന്ന കൾച്ചറാണ്. പക്ഷേ ഇന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യണു, ഇന്നത്തെ ജനറേഷൻ ഇപ്പം ഞാനായാലും ശരി, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ശരി, വന്ന് ഒരു ലെവലിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പറയില്ല പ്രശ്നമാണെന്നുള്ളത്, ഞങ്ങൾ പറയില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അതിന് വല്ല സോളിഡ് റീസൺ ഉണ്ടായിരിക്കും. ലൈക്ക് ഒരു ദിവസം വി ഹാവ് ടു റെസ്പെക്ട് വുമൺ ഒരു ദിവസം എങ്കിലും ഒരു വർഷം ആലോചിക്കുകയാണെങ്കിൽ മേ ബി എ ചേഞ്ച് ക്യാൻ കം. മേ ബി എന്തിനാ പോസിബിലിറ്റി കളയണേ? വുമൻസ് ഡേ സ്പെഷ്യൽ മിടുക്കി കിടുക്കിയിൽ നമ്മുടെ മിടുക്കന്മാരെ തോപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ട് മിടുക്കികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എളുപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത മുടി പിന്നിടാനും ഇപ്പൊ ഇവർക്ക് അറിയാന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പൊ ഇവർക്ക് നമ്മളേലും മുടിയുള്ളത്, ഇവർക്ക് എന്താ ഇല്ലാത്തെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പൊതുവെ ഇപ്പൊ അങ്ങനെയാ കണ്ടേക്കണം. ബനിയനിട്ടാലും വലിയ വിരോധമൊന്നും ഇല്ല. ഇപ്പൊ TV ഒന്നും കാണാറില്ലേ മോനെ? അപ്പൊ എന്തായാലും ചാലഞ്ച് കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പോ ഹീൽസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹീൽസ് ഉള്ള ആരെങ്കിലും? ആ ഇതാ നല്ല ഭംഗിയുള്ള ഹീൽസ് ഉള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഒരു കയ്യടിക്ക് ചേട്ടന്. അപ്പൊ ഒരു നല്ല കയ്യടി കൊടുക്ക. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു തന്നെ. അപ്പൊ ഹീൽസ് ഒക്കെ ഇട്ട് കാണിച്ചു തന്നു. ഇനി സാരി ഉടുക്കാൻ പറ്റും. നല്ല
എക്സ്പീരിയൻസ് ആയിരുന്നു. ഉടുപ്പിച്ച ചേട്ടന്മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു റെസ്പെക്ട് ഒക്കെ തോന്നും. ഇപ്പൊ റെസ്പെക്ട് ഒക്കെ ആയി. ചേച്ചിമാര് പറയൂ എന്തൊക്കെയായിരുന്നു അവരുടെ സാരി ഉടുക്കലുള്ള പ്രശ്നം? ഇതുവരെ ലോകത്ത് ഇന്നേ വരെ ഇങ്ങനെ ആരും സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളൊരു സാരി എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ലാന്നെങ്കിലും പറയുന്ന വിചാരിച്ചു. ഇത് ഇവരുടെ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. ഞങ്ങളിത് എടുക്കാറൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു സാരി എടുത്തപ്പം മൊത്തം കുഴപ്പമായിരുന്നു. ശരിയാണ്. ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ നമ്മൾ കുറച്ച് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു കൊടുക്കണം. നന്നായിരുന്നു. എന്നാലും അവർ ആ സ്പിരിറ്റിൽ അത് എടുത്തില്ലേ, അതൊരു നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ ആരാണ് ആദ്യം തന്നെ? എന്തായാലും ഒരാൾ നേരത്തെ റെഡി ആയതാണല്ലോ. റേസ് വാ. കൈയടിച്ചു കൊടുക്ക്. മേക്കപ്പും ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ ചേട്ടന്മാർ ഇവിടെ നിൽപ്പുണ്ട്. ഇത്ര ഉപദ്രവിച്ചാ പോരെ? പൊന്നു പെങ്ങളെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കോളേജിലേക്ക് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ മിടുക്കികൾ മിടുക്കന്മാരെ കിടുക്കിക്കൊണ്ടിരിക്കും. പുറത്തുള്ള രാജ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഈവൻ വർക്കിംഗ് വിമൻ ആണെങ്കിലും ഹോം മേക്കേഴ്സ് ആണെങ്കിലും പോലും അവരുടെ വീട്ടിൽ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഒരുമിച്ചാണ് പിള്ളേരെ നോക്കുന്നത്. ദേ ആർ റേസിംഗ് ദെയർ ചിൽഡ്രൻ ടുഗെദർ, എവറിത്തിങ് ടുഗെദർ. ഇന്ത്യയിൽ വളരെ വിരളമായിട്ടാണ് അങ്ങനെ കാണുന്നത്. കാണാത്തതിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പം നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടാവും. പക്ഷെ വൺസ് യു ഗെറ്റ് മാരിഡ്, ഇവിടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ജോലിയാണ് വീട്ടുപണി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കാര്യം കൂടെ പറഞ്ഞുണ്ട്, ഇപ്പം ഒരു പെൺകുട്ടീനെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ആ ചെറുക്കനെ ഉപരിയായിട്ട് ആ കുടുംബത്തിനെയാണ് കല്യാണം കഴിക്കണമെന്ന് പറയണം. കാരണം ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കണം. ചെറുക്കൻ്റെ ഇഷ്ടം എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ആ കുട്ടി സപ്പോർട്ടീവ് ആയിരിക്കണം. കൂടാതെ ഇനിയും വേറൊരു റീസണോട് പറഞ്ഞല്ലെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ പേര് കല്യാണം കഴിച്ച് പോയാൽ ആ പേരിൻ്റെ ഒപ്പം ഭർത്താവിൻ്റെ പേര് ഉടനെ മാറ്റിയിരിക്കും. പുരുഷന്മാർ മാറ്റുന്നില്ലല്ലോ കല്യാണം കഴിച്ച ഉടനെ. ഈ വെസ്റ്റേൺ കൾച്ചർ അതേപടി ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണയാണെങ്കിൽ ചിലപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇന്ത്യ ചൈനേനെ ഒരു വർഷത്തിനധികം വെട്ടും. അല്ല, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പറയും അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, അതിനൊക്കെ എന്ത് അപ്രീസിയേഷൻ കൊടുക്കാനാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഈ ദോശയ്ക്ക് ഉപ്പ് കൂടി അങ്ങനെ അപ്രീസിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എങ്ങനെ പറയണത് നമ്മൾ അപ്രീസിയേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ന് പറഞ്ഞപ്പം കുറച്ചു മുമ്പ് നിതീഷ് പറഞ്ഞായിരുന്നു, സഹതാപത്തോടെ വേണം ഈ വുമൻസ് ഡേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ. പറഞ്ഞായിരുന്നു ആ ഒരു ചെറിയ അപ്രീസിയേഷൻ മതി വുമൻസിന്, ആ ഒരു ചെറുത് മതി. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതും ഒരു സോർട്ട് ഓഫ് ഒരു അപ്രീസിയേഷൻ ഒക്കെ ആണല്ലോ. അപ്പോൾ നല്ലൊരു ഗുഡ് ക്ലോത്ത്സ് വരുമ്പോൾ യു ഡ്രസ് ഗുഡ്, യു ലുക്ക് ഗുഡ് എന്നൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. വഴി കൂടെ പോകണ ഒരു വഴി കൂടെ ഒരു പെണ്ണ് പോയാൽ ഞാൻ പോയി നിന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അവരെപ്പോഴും നെഗറ്റീവ് സെൻസിലെടുക്കും. ഞാനൊരു അപ്രീസിയേഷനാണ് കൊടുക്കണത്. ഞാനൊരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അതൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കണം. ഗേൾസിന്റെ പ്രധാന സ്വഭാവം ഇതാണ്. ബോയ്സ് ഒരു പോസിറ്റീവ് രീതിയിൽ ഒരു കാര്യം ബോയ്സ് ഒരു പോസിറ്റീവ് രീതിയിൽ എറണാകുളം എം ജി റോഡിൽ കൂടെ ഞാനിപ്പോ പോയി ഞാൻ ഒരു പെണ്ണ് നടന്നു വന്ന സമയത്ത് എടി നിന്നെ കാണാൻ സൂപ്പർ ആണല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. കാരണം അവരത് നെഗറ്റീവ് സെൻസിൽ എടുക്കും. പക്ഷെ വെസ്റ്റേൺ കൾച്ചറിൽ ചിലപ്പോൾ അത് പോസിറ്റീവ് സെൻസിൽ എടുക്കും. പറയേണ്ടവരുടെ അടുത്ത് പറയണം, മനസ്സിലായോ? അയൽവാസിയുടെ വീട്ടിലെ ഭാര്യ എടുത്ത് ഒരു കിടിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ശതമാനം ഗേൾസ് ഉണ്ട് ഹൂ തിങ്ക് അങ്ങനെ ആരെങ്കിലും വന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് സെൻസിലെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ പെർസെപ്ഷനും ബയസിങ് ആണ്. അത് ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഗേൾസ് ഉണ്ട്. പല കാര്യത്തിനും ഇപ്പൊ നല്ല എന്തെങ്കിലും ഒരു കുട്ടി നല്ല റാങ്ക് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിൽ വരിക ഇന്ന ആളുടെ ഇന്ന ആളുടെ മോൻ അല്ലെങ്കിൽ മോൾ എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. അവിടെ അമ്മയ്ക്ക് ഒരു പ്രാധാന്യമില്ല. എൻ്റെ പേര് അഞ്ജന ഗ്രേസ് പ്രിൻസ്. അഞ്ജന ഇസ് മൈ നെയിം, ഗ്രേസ് ഇസ് മൈ മദേഴ്സ് നെയിം ആൻഡ് പ്രിൻസ് ഇസ് മൈ ഫാദേഴ്സ് നെയിം. എന്തുകൊണ്ട് കുറേ പേര് എല്ലാവരുടെയും ഇനീഷ്യലായിട്ട് ആണുങ്ങളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഫാദറിൻ്റെ പേര് മാത്രമേ വെക്കാറുള്ളൂ, ഒരിക്കലും അമ്മയുടെ പേര് വെക്കത്തില്ല. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പം എൻ്റെ പേര് ഞാൻ മാറ്റും.
പക്ഷെ ആണുങ്ങൾ ഒരിക്കലും പേര് മാറ്റുന്നില്ല. അതൊരു ഫാമിലി ലൈഫിനകത്ത് ഈ ഒരു കലയാകുമ്പോ തട്ടിമുട്ടി ഇരിക്കും. അപ്പൊ അത് തന്നെ പ്രശ്നം തീർന്നില്ലേ? സുധാരണ അറിയണവർ അങ്ങനെ പറയും. ഇപ്പൊ സൗദാമിനെ അറിയണ സൗദാമിനിയുടെ മോളാണെന്ന് പറയും. ഒരിക്കലും അങ്ങനെയാണ്, അങ്ങനെ സംഭവിക്കുള്ളൂ. ഇപ്പം നമ്മുടെ കോൺവെർസേഷൻ ഒരു ഡിബേറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അപ്പോ ആദ്യത്തെ ഐറ്റം പോരട്ടെ. ഫസ്റ്റ് ഐറ്റം സാരി. വളരെയധികം ഇവിടെ ഘോരമായി പ്രസംഗിച്ച് നമ്മുടെ മിഥുചേട്ടൻ ഇന്ന് സാരി എടുത്ത് കാണിക്കാൻ പോകുന്നത്. അവര് കൂട്ടമായിട്ട് ഉടുക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് നോക്കിയെടുക്കാം. ബ്ലൗസ് വേണോ? ബ്ലൗസ് ഇല്ല, ഷർട്ടിന്റെ മടക്കി കൊടുത്താൽ മതി. ഞാൻ ഈ സാരി എടുക്കാൻ പോണത്, ഈ സാറിന് സാരി എടുക്കാൻ നമുക്കറിയാം. ഈ സാരി മാത്രമല്ല നമ്മൾ എടുക്കണത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലാണ്ടാണ് ഞാൻ ഈ സാരി എടുത്താട്ടാൻ പോണത്. ബോയ്സിന് അത് പറ്റുമെന്ന് കാണുന്ന സ്ഥിതിക്ക് ഗേൾസ് ഇത് തന്നെ കാട്ടണം. ഇത് കണ്ടോ, ഒരു സാരി ഉടുക്കാൻ 5 ആമ്പിള്ളേർ വേണം. സാരിയുടെ ഫ്ലീറ്റ് മുടക്കാൻ കെട്ടിയവന്റെ സഹായം എന്തായാലും വേണം. ആ സാരി ഇതാ ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാത്ത ആളാണോ ഭർത്താവായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞത്? ഫ്ലീറ്റ്ലെസ് സാരിയാണ്. വേറെ എല്ലാവരെയും കണ്ടുപിടിക്കാം. നിമിഷകാരങ്ങളിൽ 2 മിനിറ്റ് കൊടുക്കാം. ആ ഫ്ലീറ്റ് വന്നു. ഇത് സാരി കം മുണ്ടാണ്. മുണ്ടായിട്ട് കൊടുക്കാം, സാരിയായിട്ട് കൊടുക്കാം. ഞങ്ങൾ ആമ്പിള്ളേരൊന്നും ചെയ്യാറില്ല. പെമ്പിള്ളേർക്കല്ലേ ഈ ഉടുത്തുരിങ്ങി നടക്കണം എന്നുള്ളത്. അങ്ങനെ നടന്നു. ഞങ്ങൾ ഡെയിലി ചെയ്യണ കാര്യമല്ല, വല്ലപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തു. ഇത്രേ ഭംഗിയായിട്ട് ഇത്ര നേരം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് തന്നെ ഞങ്ങളുടെ വലിയ കാര്യമാണ്. എനിക്കൊരു ചോദ്യം, ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഇത്രയും ചെറിയ സമയത്തുള്ള ഒരു സാരി ഉടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഇതിലെ നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇച്ചിരി പുളുസും. വെല്ലുവിളി സ്വീകരിച്ച് ഞങ്ങൾ സാരി ഉടുത്ത് കാണിക്കാൻ പോവുകയാണ്. സാരി ഉടുക്കാൻ അറിയില്ലേ? ഇങ്ങനെയാണല്ലേ സാരി ഉടുക്കുന്നത്? പുതിയ സ്റ്റൈലാണല്ലേ? ചേട്ടാ, ഇക്ക, അങ്ങനെയൊക്കെയല്ലേ വിളിക്കാം. പെണ്ണുങ്ങൾക്ക് എപ്പോഴാണ് ഈ കണക്ക് പറയുന്ന സ്വഭാവം. അപ്പൊ നീ ഭാവിയിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ചേട്ടന്മാരാരെങ്കിലും ഹീൽസ് ഇടാൻ തയ്യാറാണോ? രാത്രി ഒരു സ്ത്രീയെ കണ്ടു, അത് ചെറുക്കന്മാര് വെറുതെ നടന്നു കിടില്ല കേട്ടോ എന്ന് പറയണില്ലല്ലോ. വഴിക്കൂടെ ഒരു പെണ്ണ് പോയാൽ ഞാൻ പോയി നിന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അത് ഞങ്ങൾക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയിക്കൂടെ വിഷ്ണു? ഇതാണ് പ്രശ്നം, തരുന്നില്ല.